ശ്രീ റെജി ലൂക്കോസ് ഉറച്ച ഒരു നിലപാടാണ് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. അത് പറയുവാനുള്ള ആർജവം കാണിച്ചു സജന ബി സാജൻ. അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിയാണ് സജന. CPM-ൽ ആർക്കും ഉണ്ടാകാത്ത ഒരു ധൈര്യമാണിത്. തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ സജന പാഠത്തിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. എനിക്ക് വേറൊരു കാര്യം പറയാം. ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണ്. ഗുലാം നബി ആസാദ്, ജ്യോതിരാജ് സിന്ധ്യ, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, അതുപോലെ തന്നെ ഏതാണ്ട് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് 120 ആളുകളെ ഒരു തെറ്റും ചെയ്യാതെ കണ്ട്, മൈൻഡ് ചെയ്യാതെ കണ്ട് അപമാനിച്ച് പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുത്തൊരു പാർട്ടിയായിരുന്നു ഈ കോൺഗ്രസ് എന്ന പാർട്ടി. എന്നാൽ ഇന്ന് ഈ പാർട്ടിക്കും സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് ബാധ്യതയായിരിക്കുന്ന ഒരു ഇൻബോൺ ക്രിമിനലിനെ ഇവർ സംരക്ഷിക്കുന്നതിന്റെ ദുരൂഹതയാണ് കേരളം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ CPM-നെ കുറ്റപ്പെടുത്തിക്കോളൂ. CPM-നെ കുറ്റപ്പെടുത്തി നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്താന്നുള്ളത്. പക്ഷെ ചോദ്യം ബാലൻസ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ നമ്മുടെ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ പോലെയുള്ളവരുടെ ഒരു ചെറിയ സംഘം ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു? അതിന്റെ തെളിവല്ലേ ഹൈക്കമാൻഡിൽ നിന്ന് 2 ഇൻഡാസി എന്നും പിന്നെ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യ, കേരളത്തിലെ നിരീക്ഷക സാക്ഷാൽ KC വേണുഗോപാല് ഇയാളെ എടുത്ത് പുറത്തു കളയാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് KPCC നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ KPCC നടപടി സ്വീകരിച്ചില്ല. രമേശ് ചെന്നിത്തല ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം, പിന്നെ ഇയാളെ പുറത്താക്കുന്നത് പരസ്യമായിട്ട് രാവിലെ ആദ്യം തന്നെ മാധ്യമങ്ങൾ ബൈറ്റ് കൊടുത്ത പുകഞ്ഞ കൊള്ളി പുറത്തേന്ന് പറഞ്ഞ KM മുരളീധരൻ, സാക്ഷാൽ AK ആന്റണി ഒഴിച്ചുള്ള മുൻ KPCC പ്രസിഡന്റുമാർ ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അതിലുപരി വനിതകളായിരിക്കുന്ന കേരളം ബഹുമാനത്തോടെ കാണുന്ന ഉമാ തോമസ് MLA, ഷാനിവാസ് ഉസ്മാനിൽ ഇന്ന് പത്രസമ്മേളനത്തിൽ പുറത്താക്കാൻ പറഞ്ഞു. KK രമ, ബിന്ദു കൃഷ്ണ, ഈ ഇരിക്കുന്ന സാക്ഷാൽ സജിനിയെ പോലുള്ളവരൊക്കെ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടും ഈ സംഘം എങ്ങനെയാണ് ഈ പാർട്ടിയെ കേരളത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ദേശീയ ചാനലുകൾ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. ടൈംസ് പോലുള്ള ദേശീയ ചാനലുകളിൽ ഇയാളെ കുറിച്ച് വന്ന ചർച്ചകൾ എന്താ അറിയോ? ആ ചർച്ച എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അസോസിയേറ്റ്, സെയിം പേരുകാരൻ കേരളത്തിൽ ഇതുപോലത്തെ ഇയാൾ കാണിച്ച പോലെ സ്ത്രീവേട്ടകൾ നടത്തി ഈ പാർട്ടിനെ വല്ലാത്ത അവസരമാക്കിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അസോസിയേറ്റ്, അങ്ങനെ രാഹുൽ ഗാന്ധി പല സ്ഥലത്തും പോയ ചിത്രങ്ങൾ സഹിതം കാണിച്ച് ആ ദേശീയ മാധ്യമം പോലും വിമർശിച്ചിട്ടും ഇന്നലെയും ദേശീയ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തു. ഇന്ത്യ ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത ഒരു സ്ത്രീവേട്ടക്കാരൻ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ കേരള ഘടകം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത വന്നിരിക്കുകയാണ്? ഇപ്പോൾ CPM-ന് ഇത് പറയാനുള്ള അർഹതയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയും കേട്ടോ. കാരണം മുകേഷിന്റെ കാര്യത്തിലൊന്നും അവരൊരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷെ CPM അല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ്. ധാർമ്മിക നിലവാരം ഞങ്ങൾ പുലർത്തുന്നുവെന്ന് ഉച്ചത്തിൽ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇവിടെ വരുമ്പോൾ CPM അത് എടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുകയില്ല. ഒറ്റ ചോദ്യത്തിന് പറഞ്ഞോട് പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ ധാർമ്മികത ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്ത് ധാർമ്മികതയുള്ള 4-5 വർഷങ്ങൾക്ക് മാത്രം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിൽ ഒരു പൊടുന്നനെ അയാൾ കൃത്രിമ മാർഗത്തിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു. KM മുരളീധരന് കൊടുക്കേണ്ട പാലക്കാട് സീറ്റ് അയാളെ പോലും അവഗണിച്ചുകൊണ്ട് ഇയാളെ കെട്ടിയിറക്കുന്നു, അവിടെ നിർബന്ധപൂർവ്വം കെട്ടിയെടുക്കുന്നു. ഇപ്പോൾ അയാൾ കോടികൾ വീശിക്കൊണ്ട് ക്രിമിനൽ സംഘത്തിനെ അയാൾ ഫോം ചെയ്തിരിക്കുന്നു. സജന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലായിരിക്കുകയാണ് കോൺഗ്രസ്.